ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസവേതനം എത്ര രൂപയാണ്? 333 രൂപ. കേരളത്തിൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിലെ ദിവസവേതനം 333 രൂപയാണ്. ഏറ്റവും കൂടുതൽ ദിവസവേതനം നൽകുന്ന സംസ്ഥാനം ഹരിയാനയാണ്. ഹരിയാനയിലെ ദിവസവേതനം 357 രൂപയാണ്. കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ്. ദിവസവേതനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൻ്റെ സ്ഥാനം മൂന്നാമതാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. 2023 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കടുവാ സങ്കേതങ്ങളിൽ ഒന്നാമതെത്തിയത് പെരിയാർ കടുവാ സംരക്ഷണ കേന്ദ്രമാണ്. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം ഏതാണ്? മെയ് 17. കേരള സർക്കാർ കുടുംബശ്രീ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം മെയ് 17 ആണ്. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസിൻ്റെ പേരെന്താണ്? ഫ്ലൈ 91. മലയാളിയായ മനോജ് ചാക്കോയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ പുതുതായി ആരംഭിക്കുന്ന എയർലൈൻ സർവീസിൻ്റെ പേര് ഫ്ലൈ 91 എന്നാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാൻ കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡിൻ്റെ പേരെന്താണ്? കെമു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ലഹരി കടത്ത് തടയാനായി കേരള എക്സൈസ് വകുപ്പ് ആരംഭിച്ച സ്ക്വാഡാണ് കെമു. കെമുവിൻ്റെ പൂർണ്ണരൂപം കേരള എക്സൈസ് മൊബൈൽ ഇൻ്റർവെൻഷൻ യൂണിറ്റ് എന്നാണ്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല ഏതാണ്? വയനാട്. എല്ലാ ആദിവാസികൾക്കും അടിസ്ഥാന രേഖകൾ നൽകിയ ഇന്ത്യയിലെ ആദ്യ ജില്ല വയനാടാണ്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല ഏതാണ്? കോഴിക്കോട്. 2023 യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി സ്വന്തമാക്കിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. 2023 സെപ്റ്റംബറിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായി മാറിയത് ഏത് ജില്ലയാണ്? ഇടുക്കി ജില്ല. നമുക്കറിയാം, നമ്മൾ പഠിച്ചിരുന്നത് ഏറ്റവും വലിയ ജില്ല പാലക്കാടെന്നാണ്. എന്നാൽ 2023 സെപ്റ്റംബറോടുകൂടി ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല. പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമയാണ് മേം അടൽ ഹും. മുൻ പ്രധാനമന്ത്രി AB വാജ്പേയിയുടെ ജീവിതം പ്രമേയമാക്കിയുള്ള സിനിമ ഏതാണ്? മേം അടൽ ഹും. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ ആരാണ്? കബീർ ബേദി. 2023 ഇറ്റലിയിലെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഓർഡർ ഓഫ് മെറിറ്റ് ലഭിച്ച ബോളിവുഡ് നടൻ കബീർ ബേദിയാണ്. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന ഏതാണ്? CISF. പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ സുരക്ഷാ ചുമതല 2023 ഡിസംബറിൽ ഏറ്റെടുത്ത കേന്ദ്ര സുരക്ഷാ സേന CISF ആണ്. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. സുഗതകുമാരിയുടെ നവതി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി സുഗതവനം എന്ന പേരിൽ പദ്ധതി നടപ്പിലാക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളാണ്. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? സുജലം. സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ 10 രൂപ നിരക്കിൽ 1 ലിറ്റർ കുപ്പിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം പദ്ധതി. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് ആരാണ്? നീന സിംഗ്. സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ആദ്യ വനിതാ മേധാവിയായി നിയമിക്കപ്പെട്ടത് നീന സിംഗ് ആണ്. 2022 ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? കുരിപ്പുഴ ശ്രീകുമാർ. 2022 ചെന്നൈയിലെ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് കുരിപ്പുഴ ശ്രീകുമാറിനാണ്. 2021 ചെന്നൈ ആശാൻ സ്മാരക കവിതാ പുരസ്കാരം ലഭിച്ചത് K ജയകുമാറിനുമാണ്. ISROയ്ക്ക് അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയത്തിൻ്റെ എന്ത് പുരസ്കാരമാണ് ലഭിച്ചത്? ലീഫ് എറിക്സൺ ലൂണാർ പുരസ്കാരം. ISROയ്ക്ക് അടുത്തിടെ ഐസ്ലാൻഡിലെ ഹൂസവിക് മ്യൂസിയത്തിൻ്റെ ലീഫ് എറിക്സൺ ലൂണാർ പുരസ്കാരമാണ് ലഭിച്ചത്. പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് ആരാണ്? രവീന്ദ്രകുമാർ ത്യാഗി.
പവർ ഗ്രിഡ് കോർപ്പറേഷൻ്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായി നിയമിക്കപ്പെട്ടത് രവീന്ദ്രകുമാർ ത്യാഗിയാണ്. ഏത് രാജ്യവുമായി ചേർന്ന് ഇന്ത്യ നടത്തിയ സംയുക്ത സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024? യു എയുമായി ഇന്ത്യ സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസമാണ് ഡെസേർട്ട് സൈക്ലോൺ 2024. ഇത് നടന്നത് രാജസ്ഥാനിലെ മഹാജനിൽ വെച്ചാണ്. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ പുതിയ ഗവേഷണ കേന്ദ്രം 2029 യാഥാർത്ഥ്യമാകും. ഇതിൻ്റെ പേരെന്താണ്? മൈത്രി 2. അന്റാർട്ടിക്കയിലെ ഇന്ത്യയുടെ 2029 പ്രവർത്തനം ആരംഭിക്കുന്ന പുതിയ ഗവേഷണ കേന്ദ്രത്തിൻ്റെ പേര് മൈത്രി 2 എന്നാണ്. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പൽ 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്തു. ഇതിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ. 2023 ഡിസംബർ 26 കമ്മീഷൻ ചെയ്ത ഇന്ത്യയെ തദ്ദേശീയമായി നിർമ്മിച്ച യുദ്ധക്കപ്പലിൻ്റെ പേരെന്താണ്? INS ഇംഫാൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി ആരാണ്? സഞ്ജു സാംസൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഇന്ത്യക്കായി സെഞ്ചുറി നേടിയ ആദ്യ മലയാളി സഞ്ജു സാംസണാണ്. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിച്ച വനിത ആരാണ്? മല്ലിക സാഗർ. IPL ചരിത്രത്തിൽ ആദ്യമായി താരലേലം നിയന്ത്രിച്ച വനിത മല്ലിക സാഗറാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ ആരാണ്? പ്രമോദ് അഗർവാൾ. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ പുതിയ ചെയർമാൻ പ്രമോദ് അഗർവാളാണ്. 2023 അർജുന അവാർഡ് നേടിയ ലോങ് ജമ്പ് താരം M ശ്രീശങ്കറിൻ്റെ സ്വദേശം എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ യാക്കര സ്വദേശിയാണ് ലോങ് ജമ്പ് താരമായ M ശ്രീശങ്കർ. 2023 ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ച കബഡി പരിശീലകൻ E ഭാസ്കരൻ്റെ ജന്മസ്ഥലം എവിടെയാണ്? കാസർഗോഡ് കൊടകാട് വെള്ളച്ചാൽ. കാസർഗോഡ് ജില്ലയിലെ കൊടകാട് വെള്ളച്ചാൽ എന്ന സ്ഥലത്താണ് കബഡി പരിശീലകനായ E ഭാസ്കരൻ ജനിച്ചത്. ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്തുമായി ബന്ധപ്പെട്ടതാണ്? മൃഗാശുപത്രികളിൽ നടത്തിയ വിജിലൻസ് പരിശോധനയുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ മൃഗാശുപത്രികളിൽ വിജിലൻസ് നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇന്ത്യയിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യ MP ആയ ലാൽ ദുഹോമ ഏത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ് 2023 ഡിസംബറിൽ ചുമതലയേറ്റത്? മിസോറാം. കൂറുമാറ്റ നിരോധന നിയമപ്രകാരം ഇന്ത്യയിൽ അയോഗ്യനാക്കപ്പെട്ട ആദ്യ MP ആയ ലാൽ ദുഹോമ 2023 ഡിസംബറിൽ ചുമതലയേറ്റത് മിസോറാമിൻ്റെ മുഖ്യമന്ത്രിയായിട്ടാണ്. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ നാശനഷ്ടം വരുത്തിയ ചുഴലിക്കാറ്റ് ഏതാണ്? മിഷോങ്. 2023 ഡിസംബറിൽ ചെന്നൈ നഗരത്തിൽ നാശനഷ്ടം വരുത്തിയ ചുഴലിക്കാറ്റാണ് മിഷോങ്. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? M ലീലാവതി. 2022 ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാരം ലഭിച്ചത് M ലീലാവതിക്കാണ്. സർവകലാശാലകളിലും അനുബന്ധ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്ര. സർവകലാശാലകളിലും അനുബന്ധ കോളേജുകളിലും ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം പ്രഖ്യാപിച്ച സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സപ്പ് ഗെയിം ക്യാമ്പയിൻ്റെ പേരെന്താണ്? ഹോളിഡേ ഫീസ്റ്റ്. വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം വകുപ്പ് നടത്തിയ വാട്സപ്പ് ഗെയിം ക്യാമ്പയിനാണ് ഹോളിഡേ ഫീസ്റ്റ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ചക്കിട്ടപ്പാറ. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഇൻഷുറൻസ് ഗ്രാമപഞ്ചായത്ത് ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്താണ്. പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? മേധാ പട്കർ. പ്രഥമ ഉമ്മൻചാണ്ടി മെമ്മോറിയൽ അവാർഡ് ലഭിച്ചത് മേധാ പട്കറിനാണ്. സർക്കാർ ആശുപത്രികളിൽ ഇൻവിട്രോ ഫെർട്ടിലൈസേഷൻ അതായത് IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? ഗോവ. സർക്കാർ ആശുപത്രികളിൽ IVF ചികിത്സ സൗജന്യമായി നൽകുന്ന ആദ്യ സംസ്ഥാനം ഗോവയാണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEOയുമായി നിയമിതയായ ആദ്യ വനിത ആരാണ്? ജയവർമ്മ സിൻഹ. ഇന്ത്യൻ റെയിൽവേ ബോർഡ് ചെയർപേഴ്സണും CEOയുമായി നിയമിതയായ ആദ്യ വനിത ജയവർമ്മ സിൻഹയാണ്. യൂറോപ്യൻ യൂണിയൻ്റെ 2023 സഖറോവ് പ്രൈസ് മരണാനന്തര ബഹുമതിയായി ലഭിച്ച ആർക്കാണ്? മഹ്സ അമീനി. യൂറോപ്യൻ യൂണിയന് 2023 സഖറോവ് പ്രൈസ് മരണാനന്തര ബഹുമതിയായി ലഭിച്ചത് മഹ്സ അമീനിക്കാണ്. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി
മുൻ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലിൻ്റെ നേതൃത്വത്തിൽ 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനെ സുപ്രീം കോടതി നിയമിച്ചു. ഈ കമ്മീഷനിൽ ഉൾപ്പെട്ട മലയാളി ആരായിരുന്നു? ആശാ മേനോൻ. മണിപ്പൂർ കലാപം അന്വേഷിക്കാൻ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ഗീതാ മിത്തലിൻ്റെ നേതൃത്വത്തിൽ നിയമിച്ച 3 അംഗ ജുഡീഷ്യൽ കമ്മീഷനിലെ അംഗമായിരുന്ന മലയാളി ആരാണ്? ആശാ മേനോൻ. ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഓർബിറ്ററി ദൗത്യമായ ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം ഏതായിരുന്നു? PSLV C-57. ഇന്ത്യയുടെ ആദ്യ സോളാർ സ്പേസ് ഓർബിറ്ററി ദൗത്യമായ ആദിത്യ L1ൻ്റെ വിക്ഷേപണ വാഹനം PSLV C-57 ആണ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വിക്രം നാഥ്. ദേശീയ ഹരിത ട്രിബ്യൂണലിൻ്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വിക്രം നാഥാണ്. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ. 2024 ജനുവരിയിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ലെവോട്ടോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇന്തോനേഷ്യയാണ്. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് ആരാണ്? S. ശ്രീകല. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ചെയർപേഴ്സണായി നിയമിതയായത് S. ശ്രീകലയാണ്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിന് വേദിയായത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ചേപ്പാട്. കേരളത്തിലെ ആദ്യ പ്രൊഫഷണൽ ബോക്സിംഗ് മത്സരത്തിൻ്റെ വേദി ആലപ്പുഴ ജില്ലയിലെ ചേപ്പാടായിരുന്നു. 2024 ജനുവരിയിൽ ബ്രിക്സിൽ പുതുതായി അംഗമായ രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UAE, സൗദി അറേബ്യ, ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ എന്നിവയാണ്. ഇതോടെ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം 10 ആയിട്ടുണ്ട്. അപ്പോൾ ബ്രിക്സ് കൂട്ടായ്മയിലെ അംഗങ്ങളുടെ എണ്ണം ഇപ്പോൾ 10 ആണ്. ബസ്സുകൾ എവിടെ എത്തിയെന്ന് കണ്ടെത്താനുള്ള ട്രാക്കിംഗ് സൗകര്യവും ഡിജിറ്റലായി പണം നൽകി ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവുമായി KSRTC പുറത്തിറക്കിയ മൊബൈൽ ആപ്പിൻ്റെ പേരെന്താണ്? ചലോ ആപ്പ്. അപ്പോൾ KSRTCയുടെ പുതിയ ഒരു ആപ്ലിക്കേഷൻ, മൊബൈൽ ആപ്ലിക്കേഷനാണ് ചലോ ആപ്പ്. അപ്പോൾ ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ബസ്സിൽ ടിക്കറ്റ് എടുക്കാനൊക്കെ സാധിക്കും. രാജ്യത്തെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി സ്ഥാപിതമായത് എവിടെയാണ്? ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രം, പാലക്കാട്. പാലക്കാട് ജില്ലയിലെ ഒഴലപ്പതി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ 2ാമത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. കോഴിക്കോട് ജില്ലയിലെ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഇന്ത്യയിലെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ മലയാളി താരം ആരാണ്? SL നാരായണൻ. ഫിഡെ ലോക റാങ്കിങ്ങിൽ ആദ്യ 50-ലെത്തിയ ആദ്യ മലയാളി താരം SL നാരായണനാണ്. 36ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് വേദിയാകുന്നത് കാസർഗോഡാണ്. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ഏതാണ്? ISRO. 2024 ജനുവരിയിൽ ബഹിരാകാശത്ത് ഫ്യൂവൽ സെൽ സാങ്കേതിക വിദ്യയിലൂടെ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച ബഹിരാകാശ ഏജൻസി ISROയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.